പെരുന്നാൾ ദിവസം നമ്മളിൽ പലരുടെയും മനസ്സ് നാട്ടിലായിരിക്കും. ശരീരം മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അന്നേ ദിവസം നാട്ടിലേക്ക് വിളിച്ചാൽ അവർ പെരുന്നാൾ സദ്യ ഒരുക്കുന്നതിൻ്റെയും യാത്ര പോവാൻ നിൽക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാവും. അതൊക്കെ ചോദിക്കാനും അറിയാനും ഒരു പ്രത്യേക സുഖ. എന്നാൽ പെരുന്നാൾ ദിവസം നമ്മൾ എവിടെയാ പോയേ, എന്താ ചെയ്തേ എന്നൊന്നും സ്വന്തം വീട്ടുകാരോട് പോലും പറയാറില്ല. നാണക്കേട് ഉണ്ടായിട്ടല്ല, എവിടെയും പോകാനില്ലാതെ കിടന്നുറങ്ങിയത് അവരെ അറിയിക്കണ്ടെന്ന് കരുതിയിട്ടാ. ഇപ്പോൾ തന്നെ ഒരു പെരുന്നാൾ വന്നാൽ വീട്ടുകാർ എന്താ ചിന്തിക്കുക? നമ്മൾ പാർക്കിലും ബീച്ചിലുമൊക്കെ പോയി കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ച് പെരുന്നാൾ സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടാവും എന്നൊക്കെയാവും. സത്യത്തിൽ രാവിലെ പള്ളിയിൽ പോയി വന്ന് നാട്ടിലേക്ക് ഒന്ന് വിളിച്ച് അവിടുത്തെ വിശേഷങ്ങളും അറിഞ്ഞ് ആ സന്തോഷത്തിൽ ഉള്ളത് കഴിച്ച് മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്നതല്ലേ നമ്മുടെ പെരുന്നാൾ. ഈ പ്രവാസ ജീവിതത്തിൽ എത്രയോ പെരുന്നാൾ എവിടെയും പോകാനില്ലാതെ കിടന്നുറങ്ങി തീർത്തു. അങ്ങനെയാണെങ്കിൽ തൻ്റെ മക്കൾക്കും വീട്ടുകാർക്കും പുതുവസ്ത്രമണിഞ്ഞ് നിറമനസ്സോടെ പെരുന്നാൾ ആഘോഷിക്കാൻ സാധിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ നോക്കുമ്പോൾ അവരേക്കാൾ എത്രയോ ആഘോഷമായ പെരുന്നാളല്ലേ നമ്മുടെ പെരുന്നാൾ. ഫുൾ ആഘോഷമായ പെരുന്നാള്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ആശംസകൾ പരസ്പരം കൈമാറാൻ മറക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ.